ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് ഫേമസ് ആയ ബോംബെ മാർക്കറ്റിലേക്കാണ്. അവിടുത്തെയുള്ള വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പെട്രോളൊക്കെ അടിച്ചിട്ട് പോകാം. കുറച്ചധികം ദൂരം പോകാനുള്ളതാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഒരു 1.5-2 മണിക്കൂറൊക്കെ എന്തായാലും ഈ കറക്റ്റ് പ്ലേസിലെത്താൻ സമയമെടുക്കും. റൂട്ടിലൂടെ വരുമ്പോൾ അധികം വലിയ വണ്ടികളൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക. അങ്ങനെ നമ്മളിപ്പോൾ ടോളിൻ്റെ അവിടെ എത്തിയിട്ടോ. ഞങ്ങൾ ബൈക്കിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് ഇടയിൽ കൂടെ പോകാൻ പറ്റിയിട്ടോ. അത് കാരണം കുഴപ്പമുണ്ടാകുന്നില്ല. കണ്ടില്ലേ, ധാരാളം വലിയ വണ്ടികളാണ് ഇവിടെ. അധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കമ്പനികളും ഒക്കെ ഉള്ള കാരണം അവരുടെ കമ്പനിയിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ വണ്ടിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങളിതാ ജസ്റ്റ് ഈ വഴി കൂടെയൊക്കെ ഇങ്ങനെ പതുക്കെ പോയി. അത്യാവശ്യം നല്ല വെയിൽ കൊണ്ടിട്ടാട്ടോ ഈ പോകുന്നത്. ഇവിടെ നമ്മൾ സൂറത്ത് നീതി കാണുന്നില്ലേ, ഇവിടേക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പൊക്കെയാണ് കേട്ടോ. ഇവിടെ അധികം എന്നല്ല, ഇവിടെ സർക്കാർ ബസ്സുകളാണ് ഉള്ളത്. പ്രൈവറ്റ് ബസ്സുകൾ, നമ്മുടെ നാട്ടിലുള്ള മാതിരി പ്രൈവറ്റ് ബസ്സുകളൊന്നുമില്ല. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഈ കാണുന്ന വഴി കൂടെ വേണം ബസ് പോകാൻ. ഇവിടെ നിന്നാലേ ബസ് കിട്ടുള്ളൂ, വേറെ എവിടെ പോയി നിന്നാലും ബസ് കിട്ടില്ല. വഴിയോരങ്ങളിൽ കുറേ കച്ചവടക്കാരുണ്ട്. പല തരം കച്ചവടങ്ങളാണ് ഇവിടെ ഉള്ളവരൊക്കെ നടത്തി വരുന്നത് കേട്ടോ. ജ്യൂസ്, ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഓറഞ്ചും കരിമ്പും, ഇവിടുത്തെ മെയിനാണ് കരിമ്പിൻ ജ്യൂസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കരിമ്പിൻ ജ്യൂസ്. അങ്ങനെ കുറേ വഴിയോര കച്ചവടക്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന മരങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? വേറെ ഒന്നുമല്ല, നമ്മുടെ കണിക്കൊന്നയാണ് കേട്ടോ. ഞങ്ങൾ വിഷുവൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ കണിക്കൊന്ന ഉണ്ട് എന്ന് തന്നെ മനസ്സിലായത്. വിഷു കഴിഞ്ഞ് ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ മരത്തിൻ്റെ മുകളിൽ നിറയെ കണിക്കൊന്നയായിരുന്നു കേട്ടോ. ഇത് ഇവിടുത്തെ പുതിയ മെട്രോ സ്റ്റേഷനാണ് തോന്നുന്നുണ്ട്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ റോഡിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ധാരാളം റോഡാണ്. ഏതിന് പോകണം എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷനായിരിക്കും. നിറയെ റോഡുകളായിരിക്കും, താഴെ കൂടി മുകളിൽ കൂടിയൊക്കെ ധാരാളം ഉണ്ട്. അപ്പോഴാണ് മേലെ കൂടെ നമ്മുടെ വിമാനം പോകണ കണ്ടത് കേട്ടോ. ഒരു രസത്തിന് എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബോംബെ മാർക്കറ്റിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടോ. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതാണ് ബോംബെ മാർക്കറ്റ്. നൈസിലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കിനി ഉള്ളിലേക്ക് പതുക്കെ കയറി നോക്കാം. അങ്ങനെ നമ്മൾ ഗേറ്റ് നമ്പർ 2 കടന്നു കയറിയത്. ഇവിടെ ഗേറ്റ് നമ്പർ 1, 2, 3 അങ്ങനെ 3 ഗേറ്റുകളാണ് കേട്ടോ ഉള്ളത്. കണ്ട നല്ല ഭംഗിയുള്ള സാരികൾ, ഡ്രസ്സുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ അധികം സാരിയും ലെഹങ്കയ്ക്കാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. നല്ല അത്യാവശ്യം എല്ലാ റേറ്റിലുള്ള സാരിയും ലെഹങ്കയും നമുക്ക് കിട്ടും. ലെഹങ്കയ്ക്ക് നല്ല വില കുറവാണ്. വില കുറഞ്ഞത് മുതൽ വില കൂടിയ വരെ ഉള്ള നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടും കേട്ടോ. എന്നിവിടെ സാരി മാത്രമല്ല കേട്ടോ, അല്ലാത്ത ടോപ്സുകളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അതിന് പറ്റിയ കടകളും ഇവിടെ ഉണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ നോക്കണം. അധികം മെയിനായിട്ട് ഇവിടെ സാരി തന്നെ ആയതുകൊണ്ട് ചില കടകളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ട. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അധികം സാരി ഒന്നും ചുറ്റാത്തതുകൊണ്ട് അവർക്ക് വേണ്ട ടോപ്സുകളും ചില കടകളിൽ ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല രസമുള്ള സാരികളാണ് കേട്ടോ. എത്ര നോക്കിയാലും മതിയാവില്ല. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ, ഇവരൊക്കെ നമ്മൾ വിളിച്ച് കയറ്റും കടയുടെ ഉള്ളിലേക്ക്. മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നില്ല, കാരണം അത്ര അധികം വസ്ത്രങ്ങളാണ്, അതായത് സാരികളാണ് ഉള്ളത്. നല്ല ഭംഗിയുള്ള സാരികളൊക്കെ ഉണ്ട് കേട്ടോ. ലെഹങ്കയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, നല്ല വർക്കുള്ള ലെഹങ്ക അടക്കമുണ്ട്. മാരേജിനും എൻഗേജ്മെൻറ്റിനും പറ്റിയ ധാരാളം ലെഹങ്കകൾ ഇവിടെ ഉണ്ട്. നല്ല രസത്തിലാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളതാണ്. എൻ്റെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. എന്തായാലും മാർക്കറ്റിൻ്റെ ഉള്ളിൽ അടിപൊളിയായിരുന്നു. എനിക്ക് വേണ്ട കുറച്ച് ഐറ്റംസുകൾ ഞാൻ വാങ്ങിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി മാർക്കറ്റിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോകുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, വീണ്ടും കാണാം.